നമസ്കാരം, ഞാൻ ആദിത്യൻ. ഞാൻ ബ്രില്യനിലെ തേവരയിലെ L5 റിപ്പീറ്റേഴ്സ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ താമസിക്കുന്നത് നോർത്ത് പറവൂരിലാണ്. നോർത്ത് പറവൂർ ഇൻഫൻറ്റ് ജീസസ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചതും. ബ്രില്യനിലെ എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ക്ലാസ് തന്നെയാണ്. എൻ്റെ ക്ലാസ് ടീച്ചർ മഞ്ജുഷ മിസ് ആയിരുന്നു. മഞ്ജുഷ മിസ് വളരെയധികം സപ്പോർട്ടീവ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഏതെങ്കിലും വീക്കിൽ ഇപ്പോൾ മാർക്ക് കുറഞ്ഞ മിസ് എന്താ മാർക്ക് കുറയാൻ കാരണം അപ്പം തന്നെ അന്വേഷിക്കുമായിരുന്നു. ഇനി മാർക്ക് മേടിക്കാൻ മിസ് വളരെയധികം മോട്ടിവേറ്റും ചെയ്യുമായിരുന്നു. ഇനി ബ്രില്യനിലെ പ്രൊഫസേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ NCERTയും ഓവർ ദ NCERT കുറച്ചധികം ടോപ്പിക്കുകൾ എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ വന്നാൽ പോലും ഒരു ഹോട്ട് ക്വസ്റ്റ്യൻ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിലായിരുന്നു അവരെപ്പോഴും പഠിപ്പിച്ചിരുന്നത്. ഇനി ഡൗട്ട് ചോദിക്കാൻ വേണ്ടി നമ്മൾ പ്രൊഫസേഴ്സ് റൂമിൽ ചെന്നാൽ അവർ ആ ഡൗട്ട് എത്ര തവണ വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും, ഇപ്പോൾ ചില ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് പോകുന്ന സമയമാണെങ്കിൽ പോലും അവർ ആ ഡൗട്ട് പറഞ്ഞു തന്നിട്ടേ അവർ പോകുകയുണ്ടായിരുന്നുള്ളൂ. ഇനി ബ്രില്യനിലെ മെറ്റീരിയൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക്, പ്രീവിയസ് ബുക്ക്, അസസ്മെൻസിന് ബുക്ക്, അങ്ങനെയുള്ള ബുക്കുകളിൽ നിന്നെല്ലാം ഒരു ചാപ്റ്റർ നമുക്ക് 200 300 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും ക്ലിയർ ആവും. എനിക്ക് ബ്രില്യനിലെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ അത് എക്സാംസ് ആയിരുന്നു. ആദ്യം ഒരു വീക്കിൽ 2 എക്സാം ആയിരുന്നു, നീറ്റ് എക്സാം, NCERT എക്സാം. അങ്ങനെ പിന്നീട് ഒരു വീക്കിൽ 3 എക്സാം, ഒരു A+ എക്സാം, കുറച്ചുകൂടെ ഹോട്ട് ക്വസ്റ്റ്യുള്ള A+ എക്സാമും കൂടെ വന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും 30-31 മുകളിൽ എക്സാമുകളും അതിൻ്റെ പ്രിപ്പറേറ്ററി എക്സാം. അങ്ങനെ ഏകദേശം ഒരു വർഷത്തിൽ നമ്മൾ 100 പരം എക്സാമുകൾ എഴുതുന്നുണ്ട്. ഇത്ര എക്സാമുകളിലെ തെറ്റുകൾ മാത്രം മിസ്റ്റേക്ക് ബുക്കിൽ എഴുതി അത് മാത്രം റിവൈസ് ചെയ്താൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു 100-150 മാർക്ക് നമുക്ക് ആദ്യത്തേലും കൂടുതൽ മേടിക്കാൻ പറ്റുമെന്നാണ്. പിന്നെ ബ്രില്യൻറ്റിലെ എല്ലാ വീക്കിലും എക്സാമിന് ശേഷം ഞങ്ങളുടെ കോർഡിനേറ്റർ അനീസ് സാർ വന്ന് സംസാരിക്കും. ഡയറക്ടറായിരുന്ന സ്റ്റീഫൻ സാറായിരുന്നു കൂടുതലും സെൻറ്ററിൽ വന്നുകൊണ്ടിരുന്നത്. സ്റ്റീഫൻ സാറൊക്കെ വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിരുന്നു. എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും നിരാശരാകാതെ നമ്മൾ നമ്മുടെ എഫോർട്ട് മാക്സിമം ഇട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരുന്നിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പുട്ടിൻ ചെയ്താൽ മതി, ലാസ്റ്റ് റിസൾട്ട് വരുമെന്ന്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഇയർ 2023 505 മാർക്സ് ആയിരുന്നു. ഇത്തവണ ഒരു നല്ല ഗവൺമെൻറ് കോളേജ് MBBS സീറ്റ് കിട്ടാനുള്ള മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ഞാൻ ബ്രില്യൻ്റ് തന്നെയാണ് നൽകുന്നത്. പിന്നെ ഞാനൊരു ഡേ സ്കോളർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു തേവരയിലോട്ട്. അപ്പോൾ ട്രാവലറിലാണ് പോയി വന്നിരുന്നത്. ഒരിക്കലും ടൈം വേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇനി എൻ്റെ ഫ്രണ്ട്സ് എനിക്കത് സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിലും അക്കാഡമിക്കലി കോമ്പറ്റീറ്റീവ് ആണ്, അല്ലാണ്ട് തന്നെ നോൺ അക്കാഡമിക്കലിയും വളരെയധികം ഒരു ജോലി മൂലം എനിക്ക് സ്ട്രെസ്സ് എപ്പോഴും കുറഞ്ഞ് ഒരു ക്ലാസ് ആയിരുന്നു തന്നെ. അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് എനിക്ക് ഉണ്ടായിരുന്നത് വളരെയധികം സപ്പോർട്ടീവായി തോന്നി. അപ്പോൾ ബ്രില്യൻറ്റിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇനി വരുന്ന ഫ്യൂച്ചർ ആസ്പിരൻസിന് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് വിഷ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.